മുമ്പ് നിപ്പ വൈറസ് ബാധിച്ച് നെഗറ്റീവായ നാട്ടുകൽ സ്വദേശിയായ വനിത നിലവിലും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. പറഞ്ഞു വരുന്നത് ആവർത്തിച്ച് ആശങ്കയാകുന്ന നിപ്പ വൈറസ് ബാധയെക്കുറിച്ചാണ്. മലപ്പുറം ജില്ലയിൽ മാത്രം കഴിഞ്ഞ 2 വർഷത്തിനിടെ 6 പേർക്കാണ് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചത്. അതിൽ 3 മരണങ്ങളും സംഭവിച്ചു. 18-കാരിയും 13-കാരനും മരിച്ചു. കോഴിക്കോടും പാലക്കാടും രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് ആദ്യഘട്ടത്തിൽ നിപ്പ വൈറസ് സ്ഥിരീകരിച്ച ജാനകിക്കാട് ഉൾപ്പെടെയുള്ള മേഖലയിൽ വീണ്ടും രോഗബാധയുണ്ടാവുന്നതും കണ്ടു. കൃത്യമായ മുൻകരുതലുള്ളതിനാൽ തന്നെ മുൻകാല പശ്ചാത്തലത്തിന്റെ അനുഭവത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായതുകൊണ്ട് രോഗബാധ നിയന്ത്രിക്കാൻ സാധിച്ചു. അപ്പോഴും ആവർത്തിച്ചുണ്ടാകുന്ന നിപ്പ വൈറസ് ബാധ ആശങ്ക തന്നെയാണ്. കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടാൻ പ്രത്യേകിച്ച് കേരളത്തിൽ എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഏതെങ്കിലും പാരിസ്ഥിതികമായ ഘടകങ്ങളോ അല്ലെങ്കിൽ ഈ വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം വരുന്നത് ഈ വവ്വാലുകളിൽ കൂടുതൽ ഉദ്ദീപിപ്പിക്കപ്പെടാനും അതേപോലെ തന്നെ വൈറസ് പുറത്തേക്ക് വരാനും കാരണമാവുന്നുണ്ടോ? ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് കൂടുതലായിട്ടുള്ള പഠനങ്ങൾ നടന്നാൽ മാത്രമേ വളരെ കൃത്യമായ രീതിയിൽ ഇതിനൊരു ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ. സമീപകാലത്തുണ്ടായ ഒരു കേസിലും രോഗ ഉറവിടം വ്യക്തമല്ല എന്നുള്ളതും ആശങ്കയാണ്. നമുക്കിപ്പോഴും കൃത്യമായി മനസ്സിലാവാത്തത് ഏത് രീതിയിലാണ് ഈ വൈറസുകൾ വവ്വാലിൽ നിന്ന് മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നത്. അത് ഏതെങ്കിലും പഴവർഗ്ഗങ്ങളിലൂടെയാണോ മറ്റേതെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയാണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാണോ ഈ വൈറസിന്റെ വ്യാപനം നടക്കുന്നത്? ഇതിനെപ്പറ്റി നമുക്ക് ഇപ്പോഴും കൃത്യമായ ധാരണയില്ല. വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന നിപ്പ വൈറസ് ആശങ്കയെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. എന്തായാലും കൃത്യമായൊരു ജാഗ്രത തന്നെ തുടരേണ്ടിയിരിക്കുന്നു. വ്യക്തമായൊരു ഉത്തരം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിനും വിദഗ്ധർക്കും സാധിക്കട്ടെ. അനീഷ് തോട്ടയ്ക്കാടിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.